ഹലോ ആൻഡ് നമസ്തേ. നമുക്ക് ഇഷ്ടമുള്ള പേരുകളോ ജാതി പേരുകളോ സ്വീകരിക്കുന്നതിൽ ഭരണഘടനാപരമായി എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധത ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇരുകാലി ഡോക്ടർ നിഷ സുബൈർ. നമുക്ക് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കുന്നതിനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനും നമുക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും നമുക്കിഷ്ടമുള്ള പേരുകൾ സ്വീകരിക്കുന്നതിനും ഓരോ പൗരനും നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുന്നവർ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു വെല്ലുവിളിയാണ് അഭിപ്രായ പ്രകടനം എന്ന വേഷത്തിൽ പൊതിഞ്ഞ ഒരു ഭരണഘടനാ വെല്ലുവിളി നടത്തുന്ന ഒരു ഡോക്ടർ നിഷ എന്ന സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ച ഡോക്ടർ നിഷ സുബൈർ. ഇവരുടെ പേരിൽ സുബൈർ എന്ന് പറയുന്നത് ഇവരുടെ പിതാവിൻ്റെ സർനെയിം പേരാണോ അതോ ഭർത്താവിൻ്റെ പേരാണോ എന്നുള്ളത് അറിയില്ല. അവർക്ക് സുബൈർ എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു സർനെയിം ധരിക്കുവാൻ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശം തന്നെയാണ് മറ്റുള്ളവർക്ക് അവരുടെ പിതാവിൻ്റെ പേരിന് സ്വന്തം പേരിനോടൊപ്പം ചേർക്കുവാനുള്ള അവകാശം. ഡോക്ടർ നിഷ സുബൈറിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം ഒരു ഷെഫ് സുരേഷ് പിള്ള എന്ന വ്യക്തിയുടെ പ്രൊഫൈൽ കണ്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പിള്ള കണ്ടിട്ടാണ് ഇവർക്ക് പെട്ടെന്ന് പ്രകോപനം ഉണ്ടായതത്രേ. അതായത് അദ്ദേഹത്തിൻ്റെ പേരിലെ പിള്ള കണ്ടിട്ട് അദ്ദേഹത്തിനെ ഒരു വർഗീയവാദി എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറോടൊരു ചോദ്യം, ഈ തങ്ങൾ, സേട്ട്, പട്ടാണി, മാപ്പിള, മരക്കാർ, സെയ്ദ്, റാവുത്തർ എന്നീ ജാതിപ്പേരുകൾ ഉപയോഗിക്കുന്നവർ വർഗീയവാദികളാണോ? ഈ ഡോക്ടറുടെ തന്നെ ബന്ധുക്കൾ റാവുത്തർ എന്ന വാൽ ഉപയോഗിക്കുന്നില്ലേ? ഈ സുരേഷ് പിള്ള എന്ന പേര് ഉപയോഗിക്കുവാൻ ഈ രാജ്യത്തെ ഭരണഘടന ആ വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെങ്കിൽ ആ പേര് അയാൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോക്ടറുടെ തൊലിയിൽ എന്തിനാണ് ഇത്രയും അലർജി ഉണ്ടാകുന്നത്? അലർജിയുടെ പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഇത് ഭരണഘടനയോടുള്ള വിരോധം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വേറെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വലിയ മഹത്തായ ചിന്തയുടെ ഉടമയായ ഈ ഡോക്ടറുടെ ഫേസ്ബുക്കിൽ അവർ കവർ പിക്ചറായിട്ടിട്ടിരിക്കുന്നത് ഗുജറാത്തിലെ മുൻ DGP ആയിരുന്ന ശ്രീമാൻ ശ്രീകുമാറിൻ്റെ ചിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെങ്കിലും ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഡോക്ടറൊന്ന് മനസ്സിലാക്കിയിട്ട് ഇട്ടിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ശ്രീകുമാർ B രാമൻപിള്ള എന്നാണ്. ഇതൊക്കെ എന്തൊരു പ്രഹസനമാണ് ഡോക്ടറെ. ഡോക്ടർ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ഡോക്ടർ പഠിച്ച സർക്കാർ കോളേജ് അല്ലെങ്കിൽ സ്കൂളുകളും കോളേജുകളിലുമൊക്കെ അതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ഉള്ള ചിലവ് ഗവൺമെൻറ് വഹിക്കുന്നത് ഈ പറഞ്ഞ പേരുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെയും കൂടെ കരമടയ്ക്കുന്ന കാശെടുത്തിട്ടാണ്. അവരും കൂടെ ടാക്സ് അടയ്ക്കുന്ന ആ ഫണ്ട് എടുത്തിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നവരും ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ്. സംവരണം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇത്തരം ജാതി വാലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറെ. ഡോക്ടറോട് ഒരു അപേക്ഷയുള്ളത്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഉള്ള ഭരണഘടനകളിൽ ഉദാത്തമായിട്ടുള്ളതും ഉത്തമമായിട്ടുള്ളതുമാണ്. നമ്മുടെ ഈ ഭരണഘടനയെ ദയവ് ചെയ്ത് വെല്ലുവിളിക്കരുത് എന്നൊരു അപേക്ഷ ഡോക്ടറോടുണ്ട്. അല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, അതായത് ഇത്തരം പേരുകൾ കേൾക്കുമ്പോൾ ഡോക്ടർക്ക് ശരീരത്തിൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ നല്ല ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സ തേടൂ.